ഒന്നും തോന്നുന്നില്ല. എപ്പോഴും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിൽ മാത്രമാണ് എന്റെ ശ്രദ്ധ. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. ഇനിയും വികസനം കാര്യമായിട്ടില്ല. അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആണ്. എല്ലാ കാര്യങ്ങളും പക്ക ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കുടിവെള്ളം പൊട്ടാത്ത അവസ്ഥ, തെരുവ് നായ്ക്കൾ ഇല്ലാത്ത അവസ്ഥ, ജലവിതരണം മുടങ്ങാത്ത അവസ്ഥ, മഴവെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥ. എന്ത് തോന്നുന്നു? ഇപ്പൊ ഒരു IPS ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പൊ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്തുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ എന്തൊക്കെ തോന്നി? വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ കാണുന്നത്. ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഓഫീസർ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ ജനങ്ങളുടെ നടുക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ വലിയ ഒരു വ്യത്യാസം അറിയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അവരുടെ ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും ഒരുപക്ഷെ ആ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ എത്രമാത്രം ഇപ്പോൾ പ്രചരണത്തിലൊക്കെ പോകുമ്പോൾ സാധിക്കുന്നു? എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വലിപ്പച്ചെറുപ്പം തോന്നാറില്ല. എല്ലാവരും ജനങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ജനങ്ങൾ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവരും ജനങ്ങൾ തന്നെയാണ്. അവർക്കും അംഗീകാരങ്ങളും അവകാശങ്ങളും എല്ലാം ഉണ്ട്. ഇറങ്ങി ചെല്ലുമ്പോൾ അവരാണ് കുറച്ചുകൂടെ കൂടുതൽ എന്നെ ഊഷ്മളമായിട്ട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു പ്രയാസം എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ന്യായമായ വിധി എന്തായാലും ഒരു നീതി ഉറപ്പാക്കുക എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നിർബന്ധമാണ്. ഇപ്പൊ 2-3 മരണം ഇപ്പൊ BJP-യുമായി ബന്ധപ്പെട്ട് 2-3 മരണങ്ങൾ ഇപ്പൊ ഉണ്ടായി. അതും BJP-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് മരണപ്പെടുകയുണ്ടായി. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇതിനൊക്കെ പാർട്ടി നേതൃത്വം മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞാൻ ആ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ശാസ്തമംഗലത്ത് ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനൊക്കെ എങ്ങനെ നികത്താനാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ? ശാസ്തമംഗലത്ത് ഒരു കുറവുമില്ല. നേരത്തെ ഉണ്ടായിരുന്നത് ഒരു BJP-യുടെ തന്നെ കൗൺസിലർ ആയിരുന്നു. വളരെ പോപ്പുലർ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ശാസ്തമംഗലത്തുള്ള വിവിധ പ്രശ്നങ്ങൾ എല്ലാ തരത്തിലും പരിഹരിച്ചു പോയിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഒരു പ്രശ്നവും അങ്ങനെ അഭിമുഖീകരിക്കുന്നില്ല. വിജയം ഏറ്റവും ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം അത് മാത്രം ഉറപ്പാക്കാനാണ് പ്രവർത്തിക്കുന്നത്. ശാസ്തമംഗലത്ത് 3 പെൺ പോരാളികൾ തന്നെയാണ്. ഒരുപക്ഷെ UDF, അമൃത കുറച്ചുകൂടി യൂത്ത് ആണ്. അപ്പോൾ ഇതിനിടയിൽ മാമിന് എന്ത് തോന്നുന്നു? അവർ ആ ഒരു നാട്ടിലുള്ളതാണ്, സാധാരണക്കാരുമായിട്ട് സഹകരിക്കുന്നവരാണ്. പക്ഷെ മാം പുതുതായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പാരമ്പര്യം തന്നെയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇതിനോട് എന്താണ്? എല്ലാവർക്കും ഒരു അവസരം കിട്ടണമല്ലോ. അതായത് കൊച്ചുകുട്ടികൾ മാത്രമല്ല, കുറച്ച് അനുഭവ സമ്പത്തുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും ഇതുപോലെ സർക്കാർ ജോലിയിൽ വർഷങ്ങളായിട്ടിരുന്ന ജനങ്ങളുടെ ഇടയിൽ സേവനം അനുഷ്ഠിച്ചവർക്കും എല്ലാവർക്കും ഓരോ അവസരമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും മത്സരിക്കട്ടെ, വിവിധ തരത്തിൽപ്പെട്ടവരും മത്സരിക്കട്ടെ. ഔദ്യോഗിക പദവിയിൽ നിന്ന് രാഷ്ട്രീയത്തിലോട്ട് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് ഞാൻ പറഞ്ഞത്. വളരെ സ്വീകാര്യത എനിക്ക് കിട്ടുന്നുണ്ട് ജനങ്ങളുടെ കയ്യിൽ. ഇപ്പോ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ ന്യായം ഉറപ്പാക്കണം. ഇപ്പൊ നേരത്തെ ദിലീപ് കേസിലൊക്കെ ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് തോന്നുന്നു ഇപ്പോൾ? ഒന്നും തോന്നുന്നില്ല. എപ്പോഴും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിൽ മാത്രമാണ് എന്റെ ശ്രദ്ധ. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. ശാസ്തമംഗലത്ത് ഇനി എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും? ഇനിയും വികസനം കാര്യമായിട്ടില്ല. അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആണ്. എല്ലാ കാര്യങ്ങളും പക്ക ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കുടിവെള്ളം പൊട്ടാത്ത അവസ്ഥ, തെരുവ് നായ്ക്കൾ ഇല്ലാത്ത അവസ്ഥ, ജലവിതരണം മുടങ്ങാത്ത അവസ്ഥ, മഴവെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥ, അതുപോലെയുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നതിനാണ് മുൻഗണന. അതിനോടൊപ്പം വികസനം ഭാവിയിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പ്രായോഗികമാക്കും. അപ്പൊ നേരത്തെ ഭരിച്ചവര് ഇതൊന്നും ശരിയാക്കിയില്ല എന്നാണോ പറയുന്നത്? കാരണം ഇപ്പോൾ ഞങ്ങൾ പൊതുജനങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, ഒരു പരിഹാരം പ്രശ്നം വരുമ്പോൾ പരിഹരിക്കുക എന്നുള്ള ഒരു രീതിയാണ് കേരളത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുക, അത് പരിഹരിക്കുക. പ്രിവെന്റീവായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അതുകൊണ്ടാണ് ഇപ്പൊ പ്രിവെന്റീവിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. ഇത്തവണ നമ്മള് നഗരസഭ 50 കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണം പിടിക്കും എന്നുള്ള ഉറപ്പാണ്. BJP നഗരസഭ ഭരിക്കുമെന്നുള്ള ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ ശ്രീലേഖ IPS-നെ നിർത്തിയ ശാസ്തമംഗലം 3 പെൺ പോരാളികൾ തന്നെയാണ്. ഓപ്പോസിറ്റ് UDF പ്രവർത്തകയും അതേപോലെ തന്നെ LDF-ൽ കുറച്ചുകൂടെ യൂത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാരിയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. പക്ഷെ ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ ശ്രീലേഖ IPS-നെ നിർത്തിയത് ഒരു പക്ഷേ ഇവരെയൊക്കെ നേരിടാൻ എങ്ങനെയാണ്? അല്ല, നമുക്ക് ഇവര് രണ്ടുപേരുമാണ് ആദ്യമേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. BJP-യുടെ സ്ഥാനാർത്ഥിയെ കുറച്ച് ലേറ്റായിട്ടാണ് തീരുമാനിച്ചത്. ശ്രീലേഖ മേഡം വന്നതോടുകൂടി പിക്ചർ വിചാരിച്ചത്
വളരെ മാറ്റം വന്നിട്ടുണ്ട്. മാഡം 100% ജയിക്കുമെന്ന് ഭൂരിപക്ഷത്തിന്റെ എത്രയാവും? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്ന മധുസൂദനൻ, BJPയുടെ മധുസൂദനൻ നായരാണ്. അദ്ദേഹത്തെക്കാട്ടി ഒരുപാട് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഞങ്ങളിപ്പോൾ ജഗതിയിലൊക്കെ പോയപ്പോൾ BJP കുറച്ചുകൂടെയൊക്കെ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഭരണം നടത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവര് നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്നാലും ശ്രീലേഖ IPSനെ പോലെ ഒരു IPS തലത്തിലുള്ള ഔദ്യോഗിക തലത്തിലുള്ള വ്യക്തിക്ക് എത്രമാത്രം സാധാരണക്കാരിലേക്ക് ഇറങ്ങാൻ പറ്റും? കാരണം DGP ആയിട്ട് റിട്ടയർഡായി താഴേക്കിടയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടും പാർട്ടിയുടെ നിർദ്ദേശം പാലിക്കുക, ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ പാർട്ടി ആവശ്യപ്പെടുന്ന, പാർട്ടി പറയുന്നത് അനുസരണയോടുകൂടി കേൾക്കുകയും ഞാൻ താഴേക്കിടയിൽ പ്രാദേശികമായ ഈ ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്തതാണ് മാഡത്തിന്റെ വലിയൊരു വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും സാധാരണക്കാർ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൗൺസിലറെ ചെന്ന് കാണുന്ന പതിവുകളൊക്കെ നമുക്കറിയാം. അപ്പൊ അത് ഒരു IPS പദവിയിൽ ഇരിക്കുന്ന ശ്രീലേഖ മാം എത്തരത്തിലായിരിക്കും ഇടപെടുന്നത്? ഇപ്പോൾ നിങ്ങൾ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടല്ലോ, എത്രമാത്രമാണ് ഒരു സാധാരണക്കാരിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രചാരണത്തിൽ തന്നെ അറിയാൻ കഴിയുമല്ലോ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്? നഗരസഭ നമ്മൾ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന പട്ടിശല്യമായിരിക്കും, പിന്നെ ഇല്ലെങ്കിൽ ഡ്രെയിനേജിന്റെ പ്രശ്നങ്ങളായിരിക്കും. ഇതാണ് പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ. കുടിവെള്ളം, ഇതെല്ലാം പരിഹാരം കാണും. BJP അധികാരത്തിൽ വന്ന ഇതിനൊന്നും ഒരു വിഷമവുമില്ല. മാഡം ചിലപ്പോ മേയറായിരിക്കാം, മേയർ സ്ഥാനാർത്ഥിയാണെന്ന്, അതിനെല്ലാം പരിഹാരം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. മാഡം ഇതിന്റെ താഴെക്കടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. DGP സ്ഥാനത്ത് നിന്നും കൗൺസിലറായി നിൽക്കുന്നതോടുകൂടി മാഡം നമ്മുടെ താഴെത്തട്ടിലെത്തി എന്നുള്ളതാണ്. നമുക്കറിയാം അനിലിന്റെ ഒക്കെ മരണവുമായൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു മരണം നമുക്ക് ഉണ്ടായി. ഇന്നൊരു ആത്മഹത്യ, ഭാഗ്യത്തിന് ജീവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇത്തരത്തിൽ എന്താണ് BJPക്ക് അകത്ത് സംഭവിക്കുന്നത്? അതൊന്നും നമുക്ക് BJPയിൽ ബാധിക്കില്ല. അനിലിന്റെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, ആ സൊസൈറ്റിയിൽ കുറച്ച് കടം വന്നു. എന്തോ അനിൽ ഒരു മാന്യനായ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. അതൊരു ഇന്നലെ ആര്യ രാജേന്ദ്രൻ BV രാജേഷുമായിട്ട് ഒരു ഡിബേറ്റില് വളരെ വികാരപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തി. കുറെ തവണ അനിൽ വിളിച്ചിട്ടുണ്ട് ആയിരുന്നു, നിരവധി തവണ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്നും ആര്യ പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തരത്തിൽ പോലും BJP നേതൃത്വം അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തില്ല, ഒന്നും അന്വേഷിച്ചില്ല എന്നുള്ള ഒരു പരാതി കൂടി. അതിനെപ്പറ്റി എനിക്കറിയില്ല. BJP നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടോ അനിലും ബന്ധപ്പെട്ടോ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അതിനെപ്പറ്റി എനിക്ക് പറയാൻ ഞാൻ ആളല്ല. ഒരുപക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ശാസ്തമംഗലം ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ശാസ്തമംഗലത്ത് ഈ കാര്യങ്ങളൊന്നും ബാധിക്കാനിടയില്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്രീലേഖ മാഡം, ഞാൻ ഉദ്ദേശിക്കുന്ന 1000 അടുപ്പിച്ച് ഭൂരിപക്ഷം ഇവിടെ ശാസ്തമംഗലത്ത് പ്രബുദ്ധരായ ജനം നേടിക്കൊടുക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ